ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായി ഗൈസ് വിചാരിക്കുന്നു ഒരു ട്രിപ്പൊക്കെ അങ്ങ് പോകണമെന്ന്. പിന്നെ പൈസ ഇതിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റായപ്പോൾ വിചാരിച്ചു ഒരു ട്രിപ്പൊക്കെ പോകാമെന്ന്. നമ്മുടെ കേരളത്തിൽ കിടന്നൊരു വണ്ടിയൊക്കെ എടുത്താണ് അങ്ങ് വന്നു ഗൈസ്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ നേപ്പാളിലാണ് ഗൈസ് പോകുന്നത്. നേപ്പാളിൽ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് ഗൈസ്. മഞ്ഞൊക്കെ കാണാൻ വേണ്ടി നമ്മൾ നേപ്പാളിൽ പോകാനാണ് ഗൈസ് പ്ലാൻ. പിന്നെ ഗൈസ് നമ്മൾ പോകുന്ന ഈ വണ്ടിയിലാണ് ഗൈസ്. ഇത് നമ്മുടെ വണ്ടിയാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് കുറേ വർഷമായിരുന്നു ഗൈസ്. നമ്മൾ ഗ്യാരേജിൽ നിന്ന് നമ്മൾ ഇറക്കിയിട്ടില്ലായിരുന്നു ഗൈസ്. വണ്ടി കുറേ വർഷമായിട്ട് ഞാൻ വണ്ടി ഗ്യാരേജിൽ കിടക്കുമായിരുന്നു. അതിന് പിന്നെ നമ്മൾ ഓടിക്കുമായിരുന്നു ഗൈസ്. നമുക്ക് അയലിലൊക്കെ റെൻറ്റിനൊക്കെ കൊടുക്കുമായിരുന്നു ഈ വണ്ടി. അതാണ് പിന്നെ അത് കാരണം പിന്നെ കുറച്ച് പിന്നെ ഇങ്ങനെ ഓടായിരിക്കത്തൊന്നുമില്ല ഗൈസ്. പിന്നെ അടിപൊളി വണ്ടിയായിരുന്നു ഗൈസ്. നമ്മുടെ വണ്ടി വരുന്നത് ടാറ്റയുടെ വണ്ടിയാണ് ഗൈസ്. ടാറ്റയുടെ വണ്ടി, ടാറ്റയുടെ പഴയ മോഡൽ വണ്ടിയാണ്. പിന്നെ ഗൈസ് നമ്മുടെ ചില ടാറ്റയുടെ വണ്ടിക്കകത്തില്ലേ, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ഭയങ്കര സൗണ്ട് വരും ഗൈസ്. ഇങ്ങനെ ടൂന്നും പറഞ്ഞ് ഭയങ്കര സൗണ്ടാണ് ഗൈസ്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇതുവരെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇനി പ്രശ്നം വരുമെന്ന് നമുക്ക് അറിയത്തില്ല. നൈസിന് അങ്ങ് കയറിപ്പോവാം ഗൈസ്. നമുക്ക് പാസൊക്കെ അടിച്ച് അങ്ങ് കയറാം ഗൈസ്. ആരുടെ കൂട്ടത്തിൽ ആംബുലൻസിനൊക്കെയാണ് നമ്മൾ പാസ് അടിച്ചു വിടുന്നത്. പിന്നെ ഗൈസ്, നിങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്താലും കൊടുത്തില്ല ഗൈസ്. ലൈക്കൊന്നും അടിയുടെ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ മതി. പിന്നെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ നമ്മളൊരു സ്ഥലത്ത് പോയില്ലായിരുന്നു ഗൈസ്, നമ്മുടെ ബസ്സിൽ ഗൈസ്. അപ്പോൾ ബസ്സിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഒരു നെയിം നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഒരു നെയിം അങ്ങ് അടിച്ചു വിടണേ ഗൈസ്. എന്താ ഗൈസ്, നമുക്കൊരു അടിപൊളി എഡിഷൻ നെയിം വേണം ഗൈസ്. അതിനകത്ത് അടിച്ചിരിക്കുന്ന നെയിം കൊള്ളാത്ത നെയിം ഗൈസ്, ഒരു രസമില്ല. അപ്പം ഞാൻ വേറെ നെയിം അടിക്കാൻ പറഞ്ഞു. നെയ്മാർ അവർ അടിച്ചിട്ടതാണ്. ഞാൻ വേറെ പേരടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളൊരു നെയിം പറയാം ഗൈസ്, നമുക്കത് അടിക്കാം ഗൈസ്. പിന്നെ ഗൈസ്, ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല ഗൈസ്. പിന്നെ നമ്മൾ നേപ്പാളിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചി ടു നേപ്പാളാണ് ഗൈസ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് വണ്ടി ഇറക്കാൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതെങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ സേലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. നമുക്ക് കുറച്ച് അത്യാവശ്യം ദൂരം പോകാറുണ്ട് ഗൈസ്, സേലം ആയതുകൊണ്ട്. പിന്നെ ഗൈസ്, പിന്നെ നമ്മൾ അടുത്ത പരിപാടിയൊക്കെ വേണം ഗൈസ്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ മൂഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മൂഡ് ഞാൻ അയച്ചു ഗൈസ്. പിന്നെ ഗൈസ്, നമ്മൾ പുതിയതായിട്ടൊരു BMR ഇറക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ആ BMRനകത്ത് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. നല്ല നല്ല രസമുള്ള BMR ആണ് ഗൈസ്. അത്യാവശ്യം സൗണ്ടൊക്കെ ഉള്ള നല്ല അടിപൊളി BMR ആണ് ഗൈസ്. നല്ല BMR ആണ് ഗൈസ്. പിന്നെ ആ വണ്ടിക്കകത്ത് പിന്നെ നമുക്ക് ജസ്റ്റ് ഇടിച്ചേനെ. അവൻ അത്ര നേരം അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു ഒറ്റ കയറ്റിൽ ഇടിച്ചേനെ കൊണ്ടുപോയിട്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു അടിപറ്റി ഒരു പ്രശ്നം പറ്റിയിട്ട് ഇപ്പം ഫോണിൻ്റെ ഡിസ്പ്ലേ നിറച്ച് വരികയാണ് ഗൈസ്. കാരണം എനിക്ക്
ഞാൻ ഈ സൈഡിലത്തെ ഗ്ലാസ് കണ്ട അത് അടച്ചിട്ടേക്കുന്നത് അതുകൊണ്ടാണ്. ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ വണ്ടി ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് വെള്ള കളറാവും ഗൈസ്. പിന്നെ വണ്ടി ഓടുന്നൊന്നും കാണാൻ വയ്യ. അതാണ് ഞാൻ ഇങ്ങനെ അടച്ചിട്ടേക്കുന്ന ഗ്ലാസ്. ഗൈസ് പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ മുഴുവയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ എന്ത് ഗൈസ് മറ്റേക്ക് ഞാൻ ആപ്പിൻ്റെ പേര് പറഞ്ഞേനെ ഗൈസ്. എൻ്റെ പേരാണ് കേരള ബസ് മൂഡ് ലിവറി എന്നാണ് ഗൈസ് ആ ആപ്പിൻ്റെ പേര്. ഒരു നല്ല കിടുക്കൻ ലിവറി മൂഡൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഗൈസ്, പിന്നെ അത് ആടൊന്നുമല്ല ഗൈസ്. പിന്നെ ഗൈസ് നമുക്കൊരു പജേറോ എടുക്കണമെന്നുണ്ട് ഗൈസ്. ഞാൻ നോക്കട്ടെ ഗൈസ്. നമ്മളൊരു പജേറോ എടുക്കാൻ വേണ്ടി പ്ലാനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആരുടെയും പജേറോ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ഞാൻ നോക്കിയിട്ട് നമുക്ക് പാലക്കാട് നമ്മളെ കൊച്ചിയിലൊരു സ്ഥലമില്ല ഗൈസ്. പാലക്കാടല്ല ഗൈസ്, കൊച്ചിയിലൊരു സ്ഥലമുണ്ട്. അവിടെ പറ്റി ഒയ്യോ പിടിച്ച് സാധനം കണ്ടത് പോലും ഗൈസ്. ഞാൻ വിചാരിച്ചു അവർക്ക് റോഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കൊച്ചിയിലൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പജേറോ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ അവർ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ആ പജേറോ എടുത്താറാണെന്ന് വിചാരിക്കുന്നത്. പജേറോ എടുത്തിട്ട് നമ്മളൊരു കിടുക്കൻ ഓഫ് റോഡ് റൈഡ് പോകുന്നുണ്ട് ഗൈസ്. മറ്റേ കിടുക്കാച്ചി ഓഫ് റോഡായിരിക്കും നമ്മൾ പോകുന്നത്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊട്ടിപ്പോകുന്ന ഓഫ് റോഡായിരിക്കും നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഗൈസ് നമ്മൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ പാട്ടായിരിക്കും എഴുതുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളപ്പം ചെന്നൈയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ചെന്നൈ വിജയണ്ണൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. തമിഴ്നാട് ഓർഡറൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിലെത്തി. പിന്നെ നമ്മൾ കുറച്ച് പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് നേരത്തെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം വണ്ടി ഒരു സൈഡിലൂടെ പോയി തട്ടി സൈഡ് ഇച്ചിരി ഒന്ന് ഇടിച്ച്. പിന്നെ നമുക്ക് അടുത്ത ഗാരേജ് വല്ലതും ഉണ്ട്, അവിടെ കയറ്റി നമുക്ക് റിപ്പയർ ചെയ്യാം ഗൈസ്. ആ ഇടിച്ച് കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ വലിയ ചളുക്കമൊന്നുമില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞണങ്ങിയിരിപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ബാർബൻസ് നമ്മൾ കൊടുത്തായിരുന്നു ഗൈസ്. നമ്മുടെ ബാർബൻസ് നമ്മുടെ പരിസരത്തല്ല ഗൈസ്, വേറെ ആളുടെ ബാർബൻസ് ആയിരുന്നു. പിന്നെ നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മൊത്തം പണിത് പിന്നെ നമ്മുടെ പേരിൽ എഴുതി നമ്മളെ വണ്ടിയായിരുന്നു. പിന്നെ നമ്മൾ പുതിയൊന്നും എടുത്തില്ല ഗൈസ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് അങ്ങ് വണ്ടി എടുത്ത് ഞാൻ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കൊടുത്തിട്ട് നമുക്കൊരു BMW എടുക്കണമെന്നുണ്ട് ഗൈസ്. പജേറോ എടുക്കണം, BMW എടുക്കണം, രണ്ടും നോക്കാം ഗൈസ്. BMW എനിക്ക് നമ്മളിപ്പോൾ ഉള്ളത് വലിയ ഫോർച്യൂണറാണ് ഗൈസ്. അത് കുറച്ച് ലക്ഷറി ആയിട്ട് ഒരു എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. ഒരു സെഡാൻ ടൈപ്പ് കാറാണ് ഗൈസ്. അപ്പോൾ നമ്മളിലുള്ളത് മോഡലെന്ന് വെച്ചാൽ XUV ഓഫ് റോഡാണ് ഗൈസ്. ചാർജൊക്കെ ഇച്ചിരി ഇവിടെ ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ നേപ്പാളിലെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഭയങ്കര മഞ്ഞായിരിക്കും ഗൈസ്. ചിലപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ തെന്നി വെള്ളത്തിൽ കിടന്നു ഗൈസ്. ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ട അവിടെ സൈഡിലൊക്കെ മഞ്ഞയുടെ സൈഡിൽ വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി എന്നെ തിരിച്ച് ഇറക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇറക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഗൈസ്. നമ്മളെ കയറ്റാൻ വന്ന വണ്ടിയും വെള്ളത്തിൽ പോകുമ്പോൾ കുത്തിപ്പണിയാവും. അങ്ങനെ നമ്മൾ പിന്നെ സൂക്ഷിച്ച് ഓടിക്കണം ഗൈസ്. കാരണം വെച്ചാൽ ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള വഴിയാണത്. നമ്മൾ ഈ വലിയ വണ്ടിയൊക്കെ എടുത്തോണ്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ വണ്ടി കണ്ടു ഗൈസ്, അടിപൊളി വണ്ടിയല്ലേ ഗൈസ്, നൈസ് വണ്ടിയല്ലേ. നമ്മളെ വണ്ടി നല്ല രസമാണ് ഗൈസ് ഓടിക്കാനും. നമ്മൾ ഗോപ്രൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്, ഫ്രണ്ട് കണ്ട ഗോപ്രയുണ്ട്, മൈക്കുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുരിശുണ്ട്. നമ്മൾ കഴിഞ്ഞോട്ട് നമ്മുടെ അടുക്ക് ഒരാൾ ഈ വണ്ടി റെൻറ്റിന് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചിട്ടാണ് ഗൈസ് ഈ കുരിശൊക്കെ. പിന്നെ ഗൈസ് നമുക്ക് പിന്നെ അടുത്തൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്, അവനെ കൂടെ കയറ്റിക്കൊണ്ട് പോകാം ഗൈസ്. ഇതോട്ട് നമ്മളെ കൂട്ടത്തെ അവനും കാണും ഗൈസ്.
കാരണം പിന്നെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മളിപ്പോൾ സോളോ ട്രിപ്പാണ് അവന്മാരെ ഒന്നും കയറ്റുന്നത്. ഗൈസ് അയ്യോ ഇടിച്ചില്ല. ഗൈസ് ബ്ലോക്കാണ് ഗൈസ് പറയണേ. ഗൈസ് വണ്ടി ഇങ്ങനെ ചവിട്ടിങ്ങ് വിട്ടേക്കാം. ഗൈസ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ രാവിലെ ഗൈസ്, ഇത്ര പെട്ടെന്ന് രാത്രി ഗൈസ്. ഇവിടെ സമയമൊക്കെ പെട്ടെന്നാണ് ഗൈസ്. ഗൈസ് പടപെടാൻ സമയമൊക്കെ. ഗൈസ് നമ്മളിപ്പോൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ കൊച്ചി, കോയമ്പത്തൂര്, ഹൈദരാബാദ് അല്ലല്ലോ വേറെ എന്താ ഇവിടെ നമ്മൾ കറങ്ങി കുറേ ദൂരം പോകാറുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത പാട്ടിൻ്റെ നമുക്ക് 3 പാട്ടായിട്ട് ഇത് തീർക്കാൻ നോക്കാം ഗൈസ്. അതാണ് നമുക്ക് പിന്നെ കുറേ ലെങ്ത് ആക്കത്തില്ല. ഞാൻ ഇന്ന് തന്നെ നോക്കാം ഗൈസ്. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ എടുക്കാം ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണോ? ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടായിട്ട് പിന്നെയും വരാം ഗൈസ്.